Good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, everyone. Good afternoon, Miss. Okay, mark your attendance. Good afternoon, Miss. Good afternoon. Please mark your attendance fast. Around 9 students could attendance mark. Good afternoon, Miss. Good afternoon. Let's review third question where finish ചെയ്തു അല്ലേ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോഴല്ലേ കട്ടായത് ക്ലാസ് Yes. ഫോർത്തിന്റെ ആൻസർ എന്താ what is the answer for the fourth question? Steve Jobs. False. Yeah, it's false. Bill Gates ആണല്ലേ ബിൽ ഗേറ്റ്സും പിന്നെ മറ്റൊരു പേര് ഞാൻ പോൾ ആലൻ അവരാണ് ഫൗണ്ടേഴ്സ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷന്റെ ഫൗണ്ടേഴ്സ് ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ ആലൻ. ഒരു രണ്ടുപേരും കൂടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുണ്ട്. അത് ആരായാലും ഒന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്യും പ്ലീസ്. Alan Martina, Korean Rishikesh Muhammad Prati, 26. Muhammad Prati, Ifra, Anji, Jewel, Dominic, Vidya, Eric, Aniha, Muhammad Nafi, Anakha, Akhlaq. ഞാൻ ഇവരെ പേര് വിളിക്കാത്ത ആരുണ്ടെങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. സോ പേജ് നമ്പർ 26. നമ്മളെ ഡെസ്ക്ടോപ്പിലെ ഐറ്റംസ് എന്തൊക്കെയാണ് ടാസ്ക് ബാറിൽ ഡെസ്ക്ടോപ്പിലുള്ള ഐറ്റംസ് എന്താ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിന്റെ കോമ്പണൻസ് പഠിച്ചു. ടാസ്ക് ബാറിൽ എന്തൊക്കെയുള്ളതെന്ന് പഠിച്ചു ഇല്ലേ. ടാസ്ക് ബാറിന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യാൻ പഠിച്ചു. ടാസ്ക് ബാറിന്റെ സ്പേസ് ഒരു ഫ്രീ സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ലോക്ക് ടാസ്ക് ബാർ എന്നുള്ളത് അൺടിക്ക് ചെയ്യാം അല്ലെങ്കിൽ അൺചെക്ക് ചെയ്യാം. ഇവിടെ ലോക്ക് ടാസ്ക് ബാർ എന്നുള്ളത് ടിക്ക് ആണ്. ദാറ്റ് മീൻസ് ടാസ്ക് ബാർ ഇപ്പൊ ലോക്ക് ആണ്. ലോക്കുള്ള ടാസ്ക് ബാറിന് നമ്മൾ അതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ വരില്ല. അപ്പൊ നമ്മൾ അൺലോക്ക് ചെയ്യണം ഫസ്റ്റ്. ലോക്ക് അത് അൺചെക്ക് ചെയ്യുമ്പോൾ ടാസ്ക് ബാർ ഇപ്പോ അൺലോക്ക് ആയി. നൗ വി ക്യാൻ ഡ്രാഗ് it to anywhere we want. Okay. ബോട്ടമിൽ തന്നെ ടാസ്ക് ബാർ ഇരിക്കുന്നതാണ് ഈസി. ഐ ലൈക്ക് ഇറ്റ് ഇൻ ദ ബോട്ടം പാർട്ട്. സോ നമ്മള് നെക്സ്റ്റ് പോർഷൻ സെലക്ടിങ് ആൻഡ് ഡിസെലക്ടിങ് ഐക്കൺസ്. ഹൗ ടു സെലക്ട് ആൻഡ് ഡിസെലക്ട് ഐക്കൺസ്. ഇതിപ്പോ ഒരു കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുക. ലെറ്റ് ചെയ്യാം. ഓക്കെ. How to select and deselect icons. Okay, we know the icons are the little small pictures with the labels. Okay, these are the icons. Okay, there are icons for applications or programs and files, folders. Okay,
ഫയൽസിനും ഫോൾഡേഴ്സിനും നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാംസിനൊക്കെ ഡിഫറെന്റ് ഐക്കൺസ് ഉണ്ട്. ദിസ് ഇസ് ഐക്കൺ ഫോർ വാട്സ്ആപ്പ്, ദിസ് ഇസ് ഐക്കൺ ഫോർ സൂം, ആൻഡ് ദിസ് ഇസ് ഐക്കൺ ഫോർ എ വേർഡ് ഫയൽ, ദിസ് ഇസ് ദ ഐക്കൺ ഫോർ മോസില്ല ഫയർഫോക്സ്, ഒരു വെബ് ബ്രൗസർ ആണ്. അങ്ങനെ ഓരോന്നിനും അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഡിഫറെന്റ് ഐക്കൺസ് ഉണ്ട്. അപ്പോൾ ഹൗ ടു സെലക്ട് ആൻഡ് ഡിസെലക്ട് ഐക്കൺസ്, ദാറ്റ് ഇസ് റിയലി സിമ്പിൾ. ഒരു ഐക്കൺ സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ വാട്സാപ്പിന്റെ ഐക്കൺ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ വാട്സാപ്പിന്റെ ഐക്കണിൽ മൗസ് പോയിന്റർ വെക്കും, ഒന്ന് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യും, അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്ത് വന്നു. കണ്ടോ, അതിന് ചുറ്റും ഒരു സ്ക്വയർ കണ്ടോ, ഒരു ഡിം ആയിട്ടൊരു ഓഫ് കളർ ഡിം ആയിട്ടൊരു ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ദിസ് പി സി അതാണ് എനിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ മൗസ് പോയിന്റർ ദിസ് പി സി എന്ന് പറഞ്ഞ ഐക്കണിൽ കൊണ്ടുവയ്ക്കുക, ക്ലിക്ക് ചെയ്യാം. അപ്പൊ വാട്സപ്പിന്റെ സെലക്ഷൻ പോയി, ഇപ്പൊ സെലക്ഷൻ വന്നിരിക്കുന്ന ദിസ് പി സിക്കാണ്. ഓക്കെ, ഒരു ക്ലിക്കിൽ നമുക്ക് അറ്റ് എ ടൈം ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ഒരു ഐക്കൺ മാത്രമേ അറ്റ് എ ടൈം സെലക്ട് ചെയ്യാൻ പറ്റൂ. ഞാൻ പിക്കാസയുടെ ബൈലിംഗ്വൽ ഡിക്ഷണറി ഇതെനിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ആ ഐക്കണിന്റെ മേലെ ഞാൻ മൗസ് പോയിന്റർ കൊണ്ട് വെച്ചു, ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിന് ചുറ്റും ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നത്, ക്യാൻ യു സീ ഇറ്റ്? ദാറ്റ് മീൻസ് ഇറ്റ് ഗോട്ട് സെലക്ടഡ്. അത് സെലക്ട് ആയി എന്നുള്ളതാണ് എന്റെ മീനിങ്. ഇനിയിപ്പോ അതിന് നിങ്ങൾക്ക് ഡിസെലക്ട് ചെയ്യണം, അതിനെ സെലക്ട് ചെയ്യണ്ട. ഓക്കെ, അതിനെ സെലക്ട് ചെയ്യണ്ട. അപ്പൊ ഡിസെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരുപാട് ഫ്രീ സ്പേസസ് ഇല്ലേ, ഐക്കൺസ് ഇല്ലാത്ത ഒരുപാട് ഏരിയ ഉണ്ടല്ലേ ഡെസ്ക്ടോപ്പില്, അവിടെ അവിടെ എവിടെയെങ്കിലും മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പൊ ആ സെലക്ഷൻ റിമൂവ് ആവും. ഓക്കെ, സെലക്ട് ചെയ്യണമെങ്കിൽ nothing, just put the mouse pointer on the icon that you want to select. നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐക്കണിന്റെ മേലെ മൗസ് പോയിന്റർ വെക്കുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക, then it will get highlighted. കണ്ടോ, ഇവിടെ ഒരു ഡൾ ആയിട്ട് മീൻസ് ഒരു ഡിം ആയിട്ടൊരു ബ്ലൂവില് ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, ഒരു റെക്ടാംഗിൾ ഷേപ്പില്. ഓക്കെ, അപ്പൊ ഇത് സെലക്ട് ആയി. ഇനി ഇത് ഡിസെലക്ട് ചെയ്യണമെങ്കിൽ ഈ ഐക്കൺസിന്റെ മേലെ ഒന്നും അല്ലാതെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസിൽ കൊണ്ടുപോയി മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്താൽ മതി, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഐക്കൺസ് ഡിസെലക്ട് ആവും, അപ്പൊ ഹൈലൈറ്റ് ചെയ്തത് പോവല്ലേ. ക്ലിയർ? Now selecting adjacent icons. Adjacent means, adjacent എന്ന് പറഞ്ഞാൽ എന്താ, അടുത്തടുത്തുള്ള അല്ലേ. അപ്പൊ അടുത്തടുത്തുള്ള ഐക്കൺസിനെ എനിക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെയുള്ള ഐക്കൺസിനെ ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എനിക്ക് സെലക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഐക്കണിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ I can select. Okay, I am going to select the first icon. ഞാൻ adjacent icons ചൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഐക്കണിൽ സെലക്ട് ചെയ്തു, എന്നിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തു, എന്നിട്ട് എനിക്ക് സെലക്ട് ചെയ്യേണ്ട ലാസ്റ്റ് ഐക്കൺ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പൊ കണ്ടോ, 1 2 3 4 5 6 7 8 9 ഇത്രയും ഐക്കൺസ്. ഇത് മുഴുവൻ ഓണായി വരൂലേ? നോ, അത് മുഴുവനും ഓണായി വരണമെങ്കിൽ അങ്ങനെയല്ല. ഇതിപ്പോ സി, എനിക്ക് ഇവിടെ UKG ക്ലാസ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഉണ്ട്, ഒരു PDF ഫയൽ ഉണ്ട്. ഇറ്റ്സ് an icon. ഈ ഐക്കൺ തൊട്ട് പിക്കാസ UKG ക്ലാസ് 1 ദിസ് ഐക്കൺ, ഇത് അത് UKG ക്ലാസ് പിക്കാസ വരെയുള്ള ഐക്കൺസ് എനിക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ ഞാനിത് അഡ്ജസന്റ് ഐക്കൺസ്. ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. അതാരാണ്? Okay, listen to me carefully. So ഐക്കൺസ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്, അടുത്തടുത്തുള്ള ഐക്കൺസ്. ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ചില സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പിക്ചേഴ്സ്, വീഡിയോസ് അല്ലെങ്കിൽ അത് ഫയൽസ് ഇങ്ങനെ അടുത്തടുത്ത് അഡ്ജസന്റ് ആയിട്ടുള്ള ഫയൽസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ ഞാൻ UKG ക്ലാസ് തൊട്ട് പിക്കാസ വരെയുള്ള ഐക്കൺസ്, അഡ്ജസന്റ് ആയിട്ടുള്ള ഐക്കൺസ് സെലക്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ UKG ക്ലാസ് 1 എന്നുള്ള ഐക്കൺ സെലക്ട് ചെയ്തു. ദെൻ ഞാൻ കീബോർഡിൽ there is a shift
key in the keyboard and I'm going to press the shift key. Okay, ഞാൻ കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തു. പിന്നെ ഞാൻ പിക്കാസ വരെയുള്ള ഐക്കൺസ് ആണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ എന്റെ ലാസ്റ്റ് ഐക്കൺ എന്ന് പറയുന്നത് പിക്കാസ ആണ്. അതിന്റെ പിക്കാസയുടെ മേലെ ഞാൻ I'm going to select the icon Picasa. See, ഇപ്പോ ഈ റോയിലുള്ള ഈ ഐക്കൺ, ഈ റോയിൽ ഐക്കൺ, ഈ റോയിൽ ഐക്കൺ അപ് ടു പിക്കാസ വരെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഈ ഡെസ്ക്ടോപ്പിലെ കംപ്ലീറ്റ് ഐക്കൺ സെലക്ട് ചെയ്യണമെങ്കിൽ, എല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ, ഇതാ ഇവിടെ ഈ റോയില് ഉള്ള മീൻസ് ഈ ഇവിടെയും കുറച്ച് ഐക്കൺസ് ഉണ്ട്, അതടക്കം സെലക്ട് ആയിട്ടുണ്ട് കേട്ടോ. ഈ റോയിലുള്ള കംപ്ലീറ്റ് ഐക്കൺസ് സെലക്ട് ആവും. ഓക്കെ, നൗ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇനി ഇത് ഡിസെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് സംവെയർ ഓൺ ദ ഡെസ്ക്ടോപ്പ്. ഈ ഐക്കൺസിന്റെ മേലെ അല്ലാതെ ഡെസ്ക്ടോപ്പിൽ ഏതെങ്കിലും ഒരു ഫ്രീ സ്പേസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡിസെലക്ട് ആവും. ഇനി ഐക്കൺസ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+A ഫോർ ഓൾ, കൺട്രോൾ എന്ന കീ ഉണ്ടാവും നിങ്ങളുടെ കീബോർഡിൽ. അത് പ്രസ് ചെയ്ത് പിടിക്കാം. ഒരു ലെഫ്റ്റ് ഹാൻഡിൽ ഒരു ഫിംഗർ ഉണ്ട്, എന്നിട്ട് റൈറ്റ് ഹാൻഡിൽ ഒരു ഫിംഗർ കൊണ്ട് A എന്ന് പറഞ്ഞ ആൽഫബറ്റ് കീ ഇല്ലേ, അത് പ്രസ് ചെയ്യും. അപ്പോ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലെ കംപ്ലീറ്റ് ഐക്കൺസ് സെലക്ട് ആവും. ഓക്കെ, മനസ്സിലായോ? ഷിഫ്റ്റ് കീ വെച്ചിട്ട് നമുക്ക് ഒരു ഐക്കൺ തൊട്ടടുത്തുള്ള നമുക്ക് എവിടെ വരെയാണോ വേണ്ടത് അവിടെ വരെയുള്ള ചൂസ് ചെയ്യാം. അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഐക്കൺസ് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി എനിക്കിവിടെ PDF ഫയൽ മാത്രം ചൂസ് ചെയ്താൽ മതി. PDF ഫയൽ ഓക്കെ, PDF വേണ്ട, വേർഡ് ഫയൽസ് ഇതാ ഈ www ഇതൊക്കെ കാണുന്നില്ലേ, ദീസ് ആർ ദ വേർഡ് ഫയൽസ്. ഓക്കെ, അവിടെ ഇവിടെ സ്കാറ്റർ ചെയ്തിട്ടില്ല, അവിടെ ഇവിടെ ആയിട്ടാ ഉള്ളത്. ഓക്കെ, അഡ്ജസ്റ്റന്റ് ആയിട്ട് 2 എണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കി 3 എവിടെയൊക്കെ ആയിട്ടാണ്. അപ്പൊ എനിക്ക് ഇതിനകത്ത് വേർഡ് ഫയൽസ് സെലക്ട് ചെയ്യണം, വേർഡ് ഫയൽസ് മാത്രം സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് എന്താണ്, ഫസ്റ്റ് കൺട്രോൾ കീ പ്രസ് ചെയ്യാം. പ്രസ് ദ കൺട്രോൾ കീ ഇൻ യുവർ കീബോർഡ്. കൺട്രോൾ CTR ലാണ് കൺട്രോളിന്റെ ഷോർട്ട് കട്ട്. CTR അതാണ് കൺട്രോൾ കീയുടെ ഷോർട്ട് കട്ട്. കീബോർഡിൽ കൺട്രോൾ കീ എന്നൊന്നും ഉണ്ടാവില്ല, CTR നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ കീ പ്രസ് ചെയ്യാം. CTR is the short form for control. ആ കീ പ്രസ് ചെയ്തിട്ട് എനിക്ക് വേണ്ട ഐക്കൺസ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് വേർഡ് ഫയലിന്റെ ഐക്കൺസ് ആണ്. സോ ആ ഐക്കൺസ് മൗസ് പോയിന്റ് വെച്ച് സെലക്ട് ചെയ്യാം. ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ പേജ് നമ്പർ 27. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ കീ റിമൂവ് ചെയ്യരുത്. നമ്മൾ സെലക്ട് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം മാത്രമേ കൺട്രോൾ കീ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അതുവരെ നമ്മുടെ ഫിംഗർ കൺട്രോൾ കീ പ്രസ് ചെയ്ത് തന്നെ പിടിക്കണം. ഓക്കെ, പ്രസ് ദ കൺട്രോൾ കീ വിടാതെ തന്നെ ഐ എം ഗോയിങ് ടു ക്ലിക്ക് ഓൺ ദ വേർഡ് ഫയൽ ഐക്കൺ. സോ ഇത്രയും വേർഡ് ഫയൽ ഐക്കൺസ് ഉണ്ട്. എന്നിട്ട് എല്ലാം ചൂസ് ചെയ്തതിന് ശേഷം, എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ കൺട്രോൾ കീന്ന് കൈ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ കണ്ടോ ഈ വേർഡ് ഫയൽസിന്റെ ഐക്കൺസ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കണ്ടു. ഇതാണ് നോൺ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഐക്കൺസ് സെലക്ട് ചെയ്യാനുള്ള മെത്തഡ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? എവരിവൺ, do you have any doubt? No. Okay. Yes, no. Okay, ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ പറയല്ലേ. ഓക്കെ, ഓപ്പണിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള നമ്മളൊരു കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനായിരിക്കും അല്ലെ കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും നമുക്കൊരു ജോലി ചെയ്യാനായിരിക്കും കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യുക. അപ്പൊ ആ ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോഗ്രാം, അതിനെയാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഈസ് എയ്തർ program or software which is used to perform a particular task. ഒരു particular task perform ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോഗ്രാമിനെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, in computers an application is a type of program or software that allows you to perform a specific task. Okay, ഒരു type of program or software ആണ് which allows us to perform a specific or particular task. ഒരു particular task അല്ലെങ്കിൽ specific task perform ചെയ്യാൻ നമ്മളെ help ചെയ്യുന്ന ഒരു type of program or software ആണ് application. See, WhatsApp is an application software. Okay, it's an application and we use this to chat
ടു അവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അല്ലേ, ചാറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് Zoom. It is used Zoom application Zoom. It is used to take online classes, online to conduct online webinars and all. Okay. കണ്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ Zoom ഉപയോഗിക്കുന്നത്. And this is Google Chrome. Google Chrome is an application. It is used to web internet browsing. നമ്മൾ ഇന്റർനെറ്റിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് സെർച്ച് ചെയ്യാനൊക്കെ ഇന്റർനെറ്റിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലെ. Sometimes we need to browse on internet, search for something. We need to find some photos in internet. അങ്ങനെ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് Google Chrome. ഓക്കെ. ഈ സൂമോ വാട്സപ്പോ വെച്ചിട്ട് നമുക്ക് ഇന്റർനെറ്റിൽ ഒന്നും സെർച്ച് ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടി ഒന്നെങ്കിൽ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ് അങ്ങനത്തെ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എഡ്ജ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ ഓരോ ആപ്ലിക്കേഷനും ഓരോ പർപ്പസ് ഉണ്ട്. അപ്പൊ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൗ ക്യാൻ വി ഓപ്പൺ ആൻ ആപ്ലിക്കേഷൻ ഇൻ വിൻഡോസ് ഫ്രോം ഡെസ്ക്ടോപ്പ്? ഡെസ്ക്ടോപ്പിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഐക്കൺസ് ഉണ്ട് അല്ലെ, ഓരോ ആപ്ലിക്കേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഐക്കൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ടതെന്നല്ല, വെരി സിമ്പിൾ. ജസ്റ്റ് പ്ലേസ് ദ മൗസ് പോയിന്റർ ഓൺ ദ ഐക്കൺ. ഞാനിപ്പോ ഗൂഗിൾ ക്രോം എനിക്ക് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഗൂഗിൾ ക്രോം വേണ്ട, പിക്കാസ. ഐ നീഡ് ടു ഓപ്പൺ പിക്കാസ. ഓക്കെ. സോ എന്ത് ചെയ്യണം? എന്റെ മൗസ് പോയിന്റർ ഐക്കണിന്റെ മേലെ കൊണ്ടുവയ്ക്കുക. ദെൻ നമുക്ക് മൗസിൽ 2 രീതിയിൽ ക്ലിക്ക് ചെയ്യാം, 3 രീതിയിൽ ക്ലിക്ക് ചെയ്യാം അല്ലെ. ഒരു സിംഗിൾ ക്ലിക്ക് കൊടുക്കാം, പിന്നെ ഡബിൾ ക്ലിക്ക് കേട്ടിട്ടുണ്ടോ? നമ്മള് ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സിംഗിൾ ക്ലിക്ക് അല്ലേ. അതേപോലെ മൗസ് പോയിന്ററിന്റെ ലെഫ്റ്റ് ബട്ടണിൽ തന്നെ വെച്ച് ഇങ്ങനെ 2 തവണ ക്ലിക്ക് ചെയ്യുന്ന ഡബിൾ ക്ലിക്ക് ഉണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഐക്കൺസും ഫയൽസും ഫോൾഡേഴ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് ഡെസ്ക്ടോപ്പിൽ. ഓക്കെ. പിന്നെ റൈറ്റ് ക്ലിക്ക് ഉണ്ട്. റൈറ്റ് ക്ലിക്ക് നമ്മൾ റൈറ്റ് സൈഡിലെ ബട്ടൺ, മൗസിന്റെ റൈറ്റ് സൈഡിലെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതാണ് റൈറ്റ് ക്ലിക്ക്. ഓക്കെ. ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ബട്ടണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യാൻ സിംഗിൾ ക്ലിക്ക്. ഡബിൾ ക്ലിക്ക് എന്ന് പറയുന്നത് അടുപ്പിച്ച് 2 തവണ നമ്മൾ ക്ലിക്ക് ചെയ്യും. ദാറ്റ് ഇസ് ഡബിൾ ക്ലിക്ക്. ഓക്കെ. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ആപ്ലിക്കേഷന്റെ ഐക്കൺ ഉണ്ടാവും. ഓക്കെ. ഐ എം ഗോയിങ് ടു ഓപ്പൺ പിക്കാസ 3. ആ ഐക്കണിന്റെ മേലെ നമ്മുടെ മൗസ് പോയിന്റർ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് മൗസിലെ ലെഫ്റ്റ് ബട്ടൺ 2 തവണ അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ക്ലിയർ? യെസ്. ഐ ക്യാൻ ക്ലോസ് ഇറ്റ് ഹിയർ. ഓക്കെ. ഇവിടെ എന്റെ പേരിലുള്ള ഒരു ഫോൾഡർ ഉണ്ട്. There is a folder in my name. I want to open that. Okay. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിലും ഫോൾഡർ ഓപ്പൺ ചെയ്യണമെങ്കിലും എന്ത് ചെയ്താൽ മതി? ആ ഐക്കന്റെ മേലെ ഫോൾഡറിന്റെ ഐക്കൺ അല്ലെങ്കിൽ ഫയലിന്റെ ഐക്കൺ അല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ ഐക്കന്റെ മേലെ മൗസ് പോയിന്റർ കൊടുക്കുക. ദിസ് ഇസ് എ ഫോൾഡർ. ഓക്കെ. ഇത് എന്റെ പേരിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോൾഡറാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് കാണാം. ഓക്കെ. ഫോൾഡറിലാണ് നമ്മൾ കുറെ സാധനങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്. ഇങ്ങനെ നമ്മുടെ പല കാര്യങ്ങളൊക്കെ ബാഗിലിട്ട് വെക്കില്ലേ, ബുക്കും പെയിനും ഒക്കെ ബാഗിലിട്ട് വെക്കുന്നത് പോലെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫോൾഡർ. നമ്മുടെ ബാഗിന്റെ അതേ പർപ്പസ് ആണ് ഫോൾഡർ. അപ്പൊ നമുക്ക് എന്റെ പേര് വെച്ച് കൊടുത്തത് കൊണ്ട് I can easily identify that. Okay. Here another folder in the name of Manasa Miss. Manasa is a folder of Manasa Miss, so that she can easily locate her things. Okay. To open a folder or file or any application, just place the mouse pointer on the icon and double click. Double click here. Then you will see the application. അത് ഓപ്പൺ ആയി വരും. അല്ല ഫോൾഡർ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് വരും, ഫയൽ ഓപ്പൺ ആവും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തെങ്കിൽ ആപ്ലിക്കേഷൻ. ഓക്കെ. ക്ലിയർ? Now arranging desktop icons. How to arrange the desktop icons? So there are different types of icons ഉണ്ട് അല്ലേ. ഒരു വീഡിയോയുടെ ഐക്കൺ ഉണ്ട്. This is a video. It's a video file. അതിന്റെ ഐക്കൺ ഉണ്ട്. അതുപോലെ എന്റെ വേർഡ് ഫയൽസ് ഉണ്ട്, PDF ഉണ്ട്, പിക്ചർ ഉണ്ട്, അതേപോലെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫോൾഡേഴ്സ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാര്യങ്ങളുടെ ഡിഫറെന്റ് തിങ്സിന്റെ ഐക്കൺസ് ഉണ്ട് എന്റെ ഡെസ്ക്ടോപ്പിൽ. ഓക്കെ. ഐ എം ഗോയിങ് ടു അറേഞ്ച് ദാറ്റ്.
ഓക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഈ അറേഞ്ച് ചെയ്യുന്ന എന്തിനാ നമ്മൾ ബുക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കില്ലേ വീട്ടില് ചെയ്യാറുണ്ടോ ബിക്കോസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം നമ്മളിങ്ങനെ ഒരു ഓർഡറിൽ എടുത്ത് വെക്കും പിന്നെ നോട്ട് ബുക്സ് വെക്കും നമ്മുടെ പെൻസില് സ്കെയില് അതുപോലത്തെ സ്റ്റേഷനറീസ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കും അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് സോ ദാറ്റ് വി ക്യാൻ ഈസിലി ലൊക്കേറ്റ് അല്ലെ നിങ്ങൾ ഒരു പേന എടുത്തോണ്ട് വാന്ന് പറഞ്ഞാൽ നമുക്ക് ആ വീട് മൊത്തം അന്വേഷിക്കേണ്ടി വരത്തില്ല നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയാം നമുക്ക് അവിടെ പോയിട്ട് പേന എടുക്കാൻ പറ്റും അല്ലെ സെയിം വേ കമ്പ്യൂട്ടറിലെ തിങ്സ് എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഐക്കൺസിന്റെ മേലെ ഒന്നും അല്ലാതെ ഡെസ്ക്ടോപ്പിൽ ഫ്രീ സ്പേസ് ഉണ്ടല്ലോ ഓക്കെ ബ്ലാങ്ക് ഏരിയ ദർ ആർ ബ്ലാങ്ക് ഏരിയാസ് ഇൻ ഡെസ്ക്ടോപ്പ് അപ്പൊ ഈ ബ്ലൂ സ്പേസിൽ ഐക്കൺസ് ഇല്ലാതെ കാണുന്ന ഏതെങ്കിലും ഒരു സ്പേസിൽ മൗസ് പോയിന്റർ കൊണ്ടുവയ്ക്കുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യാം നേരത്തെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യാനൊക്കെ ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ യൂസ് ചെയ്യാം റൈറ്റ് ക്ലിക്ക് റൈറ്റ് സൈഡിലെ ബട്ടൺ ഓക്കെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറെ ഓപ്ഷൻസ് വരും ഇത് കോണ്ടെക്സ്റ്റ് മെനു എന്നാ പറയുന്നത് ഒരു ഷോർട്ട് മെനു ആണ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കോണ്ടെക്സ്റ്റ് മെനു അതില് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ചെറിയൊരു മെനു സോറി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ മെനു ഓപ്പൺ ആയിട്ട് വരും കോണ്ടെക്സ്റ്റ് മെനു ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതില് ഷോർട്ട് കട്ട് മെനു എന്ന് പറയും അതില് എന്താണ് വ്യൂ ഓപ്ഷൻ ഉണ്ട് ദർ ഇസ് വ്യൂ ഓപ്ഷൻ ഓക്കെ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ കാഴ്ച അല്ലെ കാണുന്ന മെത്തേഡ് വ്യൂ അപ്പൊ വ്യൂ എന്നുള്ള ഓപ്ഷന്റെ മേലെ നമ്മൾ മൗസ് പോയിന്റർ വെച്ചാൽ ഹിയർ ഈസ് എൻ ആരോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളില് സബായിട്ട് കുറച്ച് ഓപ്ഷൻസ് കൂടി ഉണ്ട് ഓക്കെ വ്യൂവിന്റെ മേലെ മൗസ് പോയിന്റർ വെക്കുമ്പോൾ അതിന്റെ ഉള്ളിലെ ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റും കണ്ടോ ഓരോന്ന് മാറുന്നതനുസരിച്ച് മാറും വ്യൂവിന്റെ മേലെ ഞാൻ മൗസ് പോയിന്റർ വെക്കുമ്പോൾ മാത്രം ആ ഐക്കൺസ് ആ ഓപ്ഷൻസ് സബോയിട്ടുള്ള ഓപ്ഷൻസ് വരാം ഓക്കെ വ്യൂ ഓപ്ഷൻസിൽ നോക്ക് ലാർജ് ഐക്കൺസ് മീഡിയം ഐക്കൺസ് സ്മോൾ ഐക്കൺ ദിസ് ഈസ് ടു ചൂസ് ദ സൈസ് ഓഫ് യുവർ ഐക്കൺസ് ഓക്കെ ലാർജ് ഐക്കൺ മീഡിയം ഐക്കൺ സ്മോൾ ഐക്കൺ ഇപ്പൊ നമ്മുടെ ഈ സ്ക്രീനിൽ ഇപ്പൊ ഡെസ്ക്ടോപ്പിലുള്ള ഐക്കൺസ് എല്ലാം മീഡിയം ഐക്കൺസ് ആണ് സ്മോൾ ഐക്കൺസ് ക്ലിക്ക് ചെയ്താൽ ഇറ്റ് ബിക്കെയിം സ്മോൾ ചെറുതാവും ഓക്കെ വ്യൂ ഇനി ലാർജ് ഐക്കൺ ആണെങ്കിലോ ഇറ്റ് വിൽ ബിക്കം ലാർജ് ഇപ്പൊ ഡെസ്ക്ടോപ്പ് കംപ്ലീറ്റ് എന്റെ ഐക്കൺസ് കൊണ്ട് തന്നു അല്ലേ ഓക്കെ മീഡിയം ഐക്കൺസ് അതായിരുന്നു നമ്മളുടെ ഡിഫോൾട്ട് ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കീബോർഡ് ഓക്കെ നൗ വ്യൂവില് ഐക്കൺസ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകും വി ആർ ഗോയിങ് ടു അറേഞ്ച് ദ ഐക്കൺസ് ഇൻ ദ ഡെസ്ക്ടോപ്പ് അപ്പോൾ വ്യൂവില് ഓട്ടോ അറേഞ്ച് ഐക്കൺസ് വി ആർ ഗോയിങ് ടു അറേഞ്ച് ദ ഐക്കൺസ് അല്ലെ ഓട്ടോ അറേഞ്ച് ഐക്കൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ നൗ ക്ലിക്ക് ഓൺ ദാറ്റ് ഇപ്പൊ കണ്ടോ അവിടെ ഇവിടെയൊക്കെ സ്കാറ്റർ ചെയ്ത് കിടന്ന ഐക്കൺസ് എല്ലാം ഒരു ലൈൻ ആയിട്ട് ഇവിടെ വന്നു നേരത്തെ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു ഇങ്ങനെ നേരത്തെ മെത്തേഡില് എന്റെ ഐക്കൺസ് ഇപ്പോൾ ഇവിടെ കുറച്ചുണ്ടായിരുന്നു ഇവിടെ കുറച്ചുണ്ടായിരുന്നു ഇവിടെ കുറച്ചുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു എന്റെ ഐക്കൺസ് ഉണ്ടായിരുന്നത് അല്ലേ സ്കാറ്റർ ചെയ്ത് ചിന്നി ചിതറി അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇതിനെ എനിക്ക് അറേഞ്ച് ചെയ്യണം അപ്പം ഒരു സ്പെസിഫിക് ഓർഡറിൽ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടികൾ ഇന്റർവെല്ലിന് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇവിടേക്ക് ആയിരിക്കും അല്ലെ അപ്പൊ ഒരു ക്ലാസ്സിലെ കുട്ടികളെ എനിക്ക് മനസ്സിലാവില്ല അപ്പൊ ബെല്ലടിച്ച് നിങ്ങൾ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഐ കൻ ഈസിലി ഫൈൻഡ് ദ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് റൈറ്റ് ബിക്കോസ് നിങ്ങൾ ക്ലാസ്സിൽ വരും നിങ്ങളുടെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓരോരുത്തരും എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ വന്നാൽ മതി എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ആളെ കണ്ടുപിടിക്കാൻ പറ്റും സെയിം വേ ഇപ്പൊ ഐക്കൺസ് എല്ലാം സ്കാറ്റർ ചെയ്തിരിക്കുകയാണ് അപ്പൊ സ്കാറ്റർ ചെയ്ത ഐക്കൺസ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ നോക്കുകയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു നമ്മുടെ ഡെസ്ക്ടോപ്പിന്റെ ഒരു ബ്ലാങ്ക് ഏരിയയിൽ മൗസ് പോയിന്റർ വെക്കുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക വ്യൂ എന്നൊരു ഓപ്ഷൻ വരും വ്യൂ എന്നൊരു ഓപ്ഷനിൽ നമ്മുടെ മൗസ് പോയിന്റർ വെക്കുമ്പോൾ അതിന്റെ സബായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് വരും അതിൽ ഓട്ടോ അറേഞ്ച് ഐക്കൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്കാറ്റർ ചെയ്ത ഐക്കൺസ് എല്ലാം കൂടെ ഇങ്ങനെ ലൈനിൽ നിങ്ങൾ അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ പോയി നിൽക്കും ഓക്കെ ഇപ്പൊ ഐക്കൺസിനെല്ലാം നമ്മൾ അവിടെ ഇവിടെ ചെതറി കിടന്ന ഐക്കൺസിനൊക്കെ ഗ്രൂപ്പ് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു ഓക്കെ ഇനി സോർട്ടിംഗ് ഡെസ്ക്ടോപ്പ് ഐക്കൺസ് സോർട്ടിംഗ് ഇതാ ഓക്കെ ഓക്കെ ചില സമയം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഇപ്പോ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഐക്കൺസ് ഉണ്ടാവും ഓക്കെ ഒരു ഓർഡർ ഇല്ലാതെ
ഇപ്പൊ നമ്മള് ഒരു എന്തെങ്കിലും ഇപ്പം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫയലോ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പം എന്റെ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, പക്ഷെ ചില ഡെസ്ക്ടോപ്പിൽ ഒരുപാട് ഐക്കൺസ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇതിനെല്ലാം ഒരു സൈഡിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മുടെ ഐക്കൺസ് അവിടെ ഇവിടെയൊക്കെ ചിന്തി കിടക്കുന്ന കാണുന്ന ഒരു വൃത്തിയില്ല. ഇപ്പൊ ഡെസ്ക്ടോപ്പിൽ അധികം ഐക്കൺസ് ഒന്നും ഇല്ലാതെ ക്ലിക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഞങ്ങളെല്ലാ ടീച്ചേഴ്സ് എല്ലാം ഞങ്ങളുടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെസ്ക്ടോപ്പിൽ ഇത്രയൊക്കെ ഐക്കൺസ് ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ ചിതറി കിടക്കുന്ന സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന ഐക്കൺസിനെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോവാം. അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ക്ലിക്ക് ഓൺ ദ ബ്ലാങ്ക് സ്പേസ് ഇൻ ദ ഡെസ്ക്ടോപ്പിൽ ഏതെങ്കിലും ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ ഐക്കൺസ് ഇല്ലാത്ത പ്ലേസ് ഇല്ലേ, അവിടെ മൗസ് പോയിന്റർ വെക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് അല്ലെ. ആ വ്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. വ്യൂ എന്നുള്ള ഓപ്ഷൻ നമ്മൾ അറേഞ്ച് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി വ്യൂവില് ഓട്ടോ അറേഞ്ച് ഐക്കൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ സ്കാറ്റർ ചെയ്ത് അവിടെ ഇവിടെ കിടന്ന ഐക്കൺസ് എല്ലാം ഇപ്പോ ലൈനില് ഒരു റോയില് ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഉണ്ട്. ഓക്കെ, ലൈബ്രറിയിൽ ബുക്സ് ഒക്കെ വെച്ച പോലെ, ലൈബ്രറിയിൽ ബുക്സ് വെച്ച പോലെ ആയിട്ടില്ല, ഇപ്പോ ഒരേ സൈഡിലേക്ക് വന്നു അല്ലെ. ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് എല്ലാ ഐക്കൺസും അറേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി സോർട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ അറ്റൻഡൻസ് ടേബിൾ എഴുതുമ്പോ, അറ്റൻഡൻസ് രജിസ്റ്റർ എഴുതുമ്പോ എങ്ങനെ എഴുതുന്നത് അറിയാം? ആൽഫബറ്റിക് ഓർഡറിലാണ് നിങ്ങളുടെ പേര് ഇടുന്നത്. ഇപ്പൊ അറ്റൻഡൻസ് ഇടുമ്പോൾ, ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിലൊക്കെയാണ് അറ്റൻഡൻസ് ഇടുമ്പോൾ, ഇപ്പം നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ഓർഡറിലായിരിക്കില്ല അറ്റൻഡൻസ് ഇപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനത് രജിസ്റ്ററിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണെങ്കിൽ എനിക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓർഡറിൽ ഈ ഐക്കൺസിനെയൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് വെക്കാം. ഓക്കെ, വി ക്യാൻ അറേഞ്ച് ഐക്കൺസ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. ഓക്കെ, ഒരു പ്രത്യേക ഓർഡറിൽ ഐക്കൺസിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന്, അല്ലെങ്കിൽ എന്തിനെ ഐക്കൺസ് ആവട്ടെ, നമ്പർ ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, അതിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ആവട്ടെ, അതിനെ നമ്മൾ സോർട്ടിംഗ് എന്ന് പറയാം. ഒരു പ്രത്യേക ഒരു സ്പെസിഫിക് ഓർഡറിൽ നമ്മുടെ ഐക്കൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെ ഓർഡർ ചെയ്ത് വെക്കുന്നതിനെയാണ്, അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് സോർട്ടിംഗ് എന്ന് പറയാം. അപ്പൊ എങ്ങനെയാ സോർട്ടിംഗ് ചെയ്യുക? അപ്പൊ സോർട്ടിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വിൻഡോസിലെ ഒരു ബ്ലാങ്ക് സ്പേസിൽ മൗസ് പോയിന്റർ കൊണ്ട് വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വി ആർ ഗോയിങ് ടു ഡു ദ സോർട്ടിംഗ്, റൈറ്റ്. ഇപ്പൊ സോർട്ട് ബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ വരും നമുക്ക്. സോർട്ട് ബൈ സെക്കൻഡ് ഓപ്ഷൻ, വ്യൂവിന്റെ തൊട്ട് താഴെ ദർ ഇസ് എൻ ഓപ്ഷൻ കോൾഡ് സോർട്ട് ബൈ. വി ആർ ഗോയിങ് ടു സോർട്ട്. അപ്പൊ സോർട്ട് ബൈ എന്നുള്ള കാര്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു സോർട്ടിംഗ്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന സോർട്ടിംഗ് ആണല്ലേ. ഈ ഐക്കൺസിനെ ഒരു സ്പെസിഫിക് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പോകും. വി ആർ ഗോയിങ് ടു അറേഞ്ച് ദിസ് ഐക്കൺസ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. സോ ക്ലിക്ക്, choose the second option, sort by. Sort by ല് 4 ഓപ്ഷൻ you can see. Sort by name, അതിന്റെ പേരിന്റെ ബേസിൽ സോർട്ട് ചെയ്യാം. സൈസ്, അപ്പൊ ഓരോ ഫയൽ, ഓരോ ഐക്കണും ഇത്ര സൈസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫോണില് മീൻസ് ഓരോ പിക്ചറിന് ഇത്ര GB, ഇത്ര MB നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഒരു ഫോട്ടോയുടെ അല്ലെങ്കിൽ ആ പിക്ചറിന്റെ ഒക്കെ സൈസ്, ഓരോ ഫയലിന് ഇത്ര സൈസ് ഉണ്ട്, ഓരോ ഫയൽ സൈസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഫയൽ സൈസ് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷന്റെ സൈസ്, ഇപ്പൊ വാട്സപ്പ് ഒക്കെ ഇത്ര MB നിങ്ങൾ ഗൂഗിൾ പ്ലേന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത്ര MB ഉണ്ട് അങ്ങനെ കാണുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് എ സൈസ് ഓഫ് ദ ആപ്ലിക്കേഷൻ. എവറിത്തിങ് ഗോട്ട് ഇറ്റ്സ് ഓൺ സൈസ്. അപ്പൊ അത് മെമ്മറിയിൽ ഫിറ്റ് ആവേണ്ട ഒരു സൈസ് ഉണ്ട്. ഓക്കെ, ആ സൈസിന്റെ ബേസ് ചെയ്തതിൽ നമുക്ക് സോർട്ട് ചെയ്യാം. ഐറ്റം ടൈപ്പ് വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാം. ഡേറ്റ് മോഡിഫൈഡ്, നമ്മൾ ആ ഏറ്റവും അവസാനം ഏത് ഡേറ്റിലാണ് നമ്മൾ ഏത് ഐക്കൺ ആണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു നമ്മളിപ്പോ ഡേറ്റ് മോഡിഫൈ ചെയ്തതിന്റെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അങ്ങനെ 4 സോർട്ടിംഗ് മെത്തേഡ്: സോർട്ട് ബൈ നെയിം, സോർട്ട് ബൈ സൈസ്, sort by item type, date, modify. These are the 4 options available. Okay, then ഞാനിപ്പോ sort by name വെച്ചിട്ടാണ് അറേഞ്ച് സോർട്ട് ചെയ്യാൻ പോകുന്നത്. sort by name. Okay, അപ്പൊ ഓരോ ഐക്കണിന്റെ താഴെയുള്ള ലേബിൾ ഇല്ലേ, ആ നെയിമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സൂമിന്റെ താഴെ സൂം എഴുതിയിട്ടുണ്ട്, വാട്സപ്പിന്റെ താഴെ വാട്സപ്പ് എഴുതിയിട്ടുണ്ട്, ഈ ഐക്കണിന്റെ താഴെ ദിസ് സ്പേസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ നെയിം ബേസ് ചെയ്തിട്ടാണ്, ഓരോ ഐക്കണിന്റെ നെയിമിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സോർട്ട് ചെയ്യുന്നത്. അപ്പൊ നെയിം ചൂസ് ചെയ്തപ്പോ കണ്ടോ,
പക്ഷെ this page is there. Okay. ഇതാദ്യം ഇങ്ങനെയാണല്ലോ വന്നത്. ആക്ച്വലി അത് ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ആവേണ്ടതാണ്. I don't know what happened. Sort by date modified. Sort by name. Okay, actually the alphabetic order is sort out. I don't know what happened to this. Sort item type. Sort by item type കൊടുത്തു കഴിഞ്ഞപ്പോൾ folders ഒരുമിച്ച് വന്നു, PDF files ഒരുമിച്ച് വന്നു, Word files ഒരുമിച്ച് വന്നു, applications ഒരുമിച്ച് വന്നു. Okay, അങ്ങനെ ഓരോ ടൈപ്പിനനുസരിച്ച് വന്നു. Then date modified. ഇന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ ആദ്യം വന്നത് Zoom, WhatsApp. ഞാൻ ഉപയോഗിച്ചതിന്റെ മെത്തേഡിലേക്ക് അത് സോർട്ട് ചെയ്തു. സോർട്ട് ബൈ നെയിം. ആക്ച്വലി സോർട്ട് ബൈ നെയിം നമ്മൾ കൊടുക്കുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണ് അറേഞ്ച് ചെയ്ത് വരുന്നത്. ബട്ട് അതങ്ങനെ വന്നില്ല. ഐ ഡോണ്ട് നോ വൈ. മേ ബി സംതിങ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാറി കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഐക്കൺസ്, ഓരോ ഐക്കൺസിനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിപ്പോ there are a lot of icons in our desktop. ഓക്കെ, ഇങ്ങനെ കാണും, ഇങ്ങനെ ഡെസ്ക്ടോപ്പിൽ നിറയെ ഐക്കൺസ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We can hide these icons. ഡെസ്ക്ടോപ്പിലെ ഐക്കൺസിനെ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് വെക്കാം. പക്ഷേ ഓക്കെ, it will be there, icons will be there, but we can see that. നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഐക്കൺസ് അവിടെ ഉണ്ടാവും. ആ ഒരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. We can hide the icons. നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റും ഐക്കൺസ്. അതെങ്ങനെയാന്ന് നോക്കാം. നമ്മുടെ മൗസ് പോയിന്റർ ഡെസ്ക്ടോപ്പിൽ എവിടെയെങ്കിലും ബ്ലാങ്ക് സ്പേസിൽ കൊണ്ടുവയ്ക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഓപ്ഷൻ കാണുന്നില്ലല്ലോ. വ്യൂ, സോറി, വ്യൂ ഉണ്ട്. വ്യൂ ഓപ്ഷനിൽ ലാർജ് ഐക്കൺസ്, മീഡിയം ഐക്കൺസ്, സ്മോൾ ഐക്കൺസ്. Then show desktop icons. Show desktop icons. Show desktop icons എന്ന് പറയുന്നത് ഇപ്പൊ ചെക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ, ടിക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കിപ്പോ ഡെസ്ക്ടോപ്പിലെ ഐക്കൺസ് എല്ലാം കാണുന്നത്. ഓക്കെ, ഇനി അത് അൺചെക്ക് ചെയ്യാം. ആ ടിക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ടിക്ക് റിമൂവ് ചെയ്യുമ്പോൾ there is no icon in the desktop, right? We have hidden all the icons in the desktop. ഡെസ്ക്ടോപ്പിലെ എല്ലാ ഐക്കൺസിനെ നമ്മൾ ഒളിപ്പിച്ചു വെച്ചു. ഇനിയിപ്പോ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡെസ്ക്ടോപ്പ് മാത്രമേ കാണുള്ളൂ. ഐക്കൺസ് won't be there. ഓക്കെ, ഇനി അത് കാണണമെങ്കിൽ നമ്മൾ സെയിം മെത്തേഡ്, സെയിം പ്രൊസീജിയർ റിവേഴ്സ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വ്യൂവിൽ പോവാ. അതിൽ ഷോ ഡെസ്ക്ടോപ്പ് ഐക്കൺസിൽ ടിക്ക് ഇല്ല അല്ലെ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹൈഡ്. അൺഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഐക്കൺസ് തിരികെ വരും. ഓക്കെ, അപ്പൊ ഒരുപാട് ഐക്കൺസ് കൂടി നമുക്ക് ഡെസ്ക്ടോപ്പ് ആകെ വൃത്തിയിടാവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഐക്കൺസ് ഹൈഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ പേഴ്സണൽ ഐക്കൺസ് ഉണ്ടാവില്ല, മീൻസ് ആരും വേറെ ആർക്കും ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്തെടുക്കാം. ഓക്കെ, ക്ലിയർ? Now changing the desktop background. ഒരു വിൻഡോസ് സോഫ്റ്റ്വെയർ, this is Windows 10. വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇപ്പൊ എന്റെ ഈ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇത് വിൻഡോസിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയ വിൻഡോസ് 10 ആണ്. ആ വിൻഡോസിന്റെ ഡെസ്ക്ടോപ്പ് ഒക്കെ ബൈ ഡിഫോൾട്ട് ഈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നില്ലേ ഒരു പിക്ചർ കണ്ടു, ഒരു വിൻഡോ പോലെ, അതിനകത്ത് ഒരു ലൈറ്റ് എമോജി ചെയ്ത് വരുന്ന പോലെ. ഓക്കെ, ഇതാണ് എന്റെ വിൻഡോസിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഡെസ്ക്ടോപ്പ്. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ ഫോണില് നമ്മൾ വാങ്ങുമ്പോൾ ഒരു ഡെസ്ക്ടോപ്പ് മീൻസ് ഒരു പിക്ചർ ഉണ്ടാവും അല്ലെ, നമുക്കത് ഇഷ്ടമുള്ള പിക്ചറിലേക്ക് മാറ്റി വെക്കാം അല്ലെ. നമ്മൾ നമ്മുടെ ഫോട്ടോയോ നമ്മുടെ ബ്രദറിന്റെ സിസ്റ്ററിന്റെ അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ പെറ്റ്സിന്റെ ഒക്കെ പിക്ചറോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മാറ്റാറുണ്ട് അല്ലെ. സെയിം വേ വി ക്യാൻ ചേഞ്ച് ദ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട്. ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പിലുള്ള പിക്ചർ ഉണ്ടാവില്ലേ, ദാറ്റ് ഇമേജ് ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ background of the desktop, that is called desktop background. Okay, desktop background എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡെസ്ക്ടോപ്പിൽ വരുന്ന പിക്ചറിനെയാണ് പറയുന്നത്. ഇമേജ് ദാറ്റ് അപ്പിയേഴ്സ് ഓൺ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഡെസ്ക്ടോപ്പ് ഇസ് കോൾഡ് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്
വെച്ചാല് ഞാനിപ്പം ഐക്കൺസ് എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാല് ഡെസ്ക്ടോപ്പില് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ there is an option personalize. ഇല്ലേ? ഓക്കെ, ഈ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് വന്ന ഒരു ചെറിയൊരു മെനു ഉണ്ട് അല്ലേ? There is a small menu, a shortcut menu ഉണ്ട്. It is called context menu or shortcut menu. ഇതിനെ കോണ്ടെക്സ്റ്റ് മെനു എന്നോ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെനു എന്നോ പറയാം. അപ്പൊ ഈ ഷോർട്ട് കട്ട് മെനുവിൽ there is personalize എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കോണ്ടെക്സ്റ്റ് മെനു അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെനു കിട്ടുക. അതിൽ ഏറ്റവും താഴെ പേഴ്സണലൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പേഴ്സണലൈസ് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ആയി. വെയിറ്റ്. ഓക്കെ, സി ഇതാണല്ലേ നമ്മുടെ ഐക്കൺസ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പിക്ചർ ആക്കാം, സോളിഡ് കളേഴ്സ് ആവാം, സ്ലൈഡ് ഷോ ആകുമ്പോൾ ഓരോ പിക്ചർ ഇങ്ങനെ മാറി മാറി വരും. ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ ഓരോ പിക്ചർ ഇങ്ങനെ നമ്മളൊന്നും ചെയ്യണ്ട, മാറി മാറി വരും. ഓക്കെ, ഇപ്പൊ നമ്മൾ പിക്ചർ ചൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ആണ്. അപ്പൊ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. 1 2 3 4 5 പിക്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ ചൂസ് ചെയ്യാം. ഓക്കെ, അത് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിന്റെ കണ്ടോ ഇവിടെ എന്റെ പ്രിവ്യൂ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്തതാണ് ഇവിടെ കണ്ടത്. ഇപ്പൊ ആദ്യം നോക്കിയപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. നമ്മൾ ഏത് പിക്ചർ ആണോ സെലക്ട് ചെയ്യുന്നത് ആ പിക്ചർ ഇത് ഇവിടെ പ്രിവ്യൂ ആയിട്ട് കാണും. ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കാണുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പിക്ചർ ആണോ സെലക്ട് ചെയ്തത് ആ പിക്ചർ ആണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നത്. ക്ലിയർ? ഇങ്ങനെയാ വരല്. ഓക്കെ, ഇങ്ങനത്തെ പിക്ചർ. ഓക്കെ, വി ക്യാൻ ചേഞ്ച് ഇറ്റ്. നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ വെച്ച് ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ നമ്മുടെ പിക്ചർ ഉണ്ടെങ്കിൽ വി ക്യാൻ ചൂസ് ദാറ്റ്. അതെങ്ങനെയാണ് I'll say that in the next class. Okay, next day.